ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ്റെ ഗെയിം പ്ലേ കാണിക്കാൻ പോകാം കേട്ടോ. ആദ്യം ഒരു വീഡിയോ എടുത്തു, പക്ഷേ ഞാൻ പെട്ടെന്ന് ഗെയിം കളിച്ചപ്പോൾ അത് പ്രൊഫഷണലായിപ്പോയി. ഞാൻ ടോപ്പ് പ്ലെയറിൽ കാണിക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇതാണ് ഇട്ടാക്കണേ. ആകാരുണ്ട് ഞാൻ മെസ്സിനെ നമ്മളെ കയറ്റിയെടുത്തേക്ക് കേട്ടോ. മുസ്ലിയാലെ നമുക്ക് സബ്ബായിട്ട് ഇറക്കാം. എൻ്റെ പുതിയ പ്ലേയേഴ്സ് കേട്ടോ. അപ്പോൾ അത് കളി കാണിക്കാം. ബെർക്യാമ്പിൻ്റെ കളി നിങ്ങൾ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നില്ല. അപ്പോൾ കളിയായി കാണാം. എംബാപ്പേനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വർഷയെ കളിക്കാം. ഇറ്റാലിയൻ ക്ലബ്സ് ഉണ്ട്. പ്രൊഫഷണലെല്ലാം നമ്മൾ ഇട്ടേക്കണത്. അപ്പോൾ ഞാൻ ഇച്ചിരി ഈസി ആയിട്ട് കളിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ സെലക്ഷൻ കോൺട്രാക്റ്റിന്. അതായത് എന്നെക്കൊണ്ട് 7 കളിയും മറ്റൊക്കെ ടോപ്പ് പ്ലെയറിൽ ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറില്ല. അത്രയും പെട്ടെന്ന് തീർക്കണം. മാക്സിമം നമ്മൾ ഫാസ്റ്റ് തീർക്കണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നലെ തീർന്നു കേട്ടോ. എപ്പിക്കിൻ്റെ സാധനം ഇന്നലെ തീർന്നു. അതിലൊരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്തു. താങ്ക് യു ഉണ്ട്. അപ്പം നമുക്ക് ടീം അവിടെ കാണിച്ചു തരാം. ഇതാണ് ടീം. കോൾപാമറിന് ഇന്ന് കയറിയപ്പോൾ ഇന്ന് വന്ന് ഇവൻറ്റിൽ കിട്ടിയ സെലക്ഷൻ കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടിയതാട്ടോ. ഈ റെക്കോർഡ് ചെയ്യണ ദിവസം ഇത് എന്ന് പുറത്തുവരുമെന്ന് എനിക്കറിയില്ല. ഈ ജമാലിനെയൊക്കെ എനിക്ക് ബയൺ മ്യൂണിക്ക് കിട്ടിയത് ഇന്നലെ രാത്രി എനിക്ക് കിട്ടിയതാട്ടോ. ലെമീൻ യമാലിനെ പെഡ്രിനെ കിട്ടി. പക്ഷെ ഞാൻ അറിയാതെ വിറ്റു. നമുക്ക് ഓർക്കണ്ട, അങ്ങനെ പലതും സംഭവിക്കും. എന്ത് കൊണ്ടത്തരാ. ഇപ്പോൾ എംബാപ്പേനെ ഇട്ടിട്ടുണ്ട് ഡ്രോഗ്ബയ്ക്ക് പകരം. മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ അവസാനമാകുമ്പോൾ മഴ സെറ്റ്സ് ഒക്കെ ഇടാം. അത്യാവശ്യം നല്ല ഫുട്ടേജൊക്കെ ഇട്ടിട്ടുണ്ട് മഴയുടെ. അതൊക്കെ ഇടാം. ചേട്ടൊരു മഴയുടെ ആട്ടപ്പോൾ ഞങ്ങളിവിടെ വരെ ഒരു ആൻറ്റിയുടെ വീഡിയോയിൽ വന്നേക്കുവാണ്. അപ്പോൾ അവിടെ ഇന്നാട്ടോ ഫുട്ടേജ് വന്ന വഴിക്ക് കളിച്ച് റെക്കോർഡിങ് തീർക്കാൻ ഓർത്താണ്. പക്ഷേ ഗെയിം മാറിപ്പോയിട്ടോ. ലാഗുണ്ട്. ഞാൻ ഒരു സ്റ്റേഡിയത്തിൻ്റെ സംഭവം ഒന്ന് കയറ്റിയായിരുന്നത് മണ്ടത്തരായും തോന്നി കേട്ടോ. പൊളി സ്റ്റേഡിയം, പക്ഷെ മണ്ടത്തരായി. അത് കയറ്റണ്ടായിരുന്നു. കാര്യം നല്ല ലാഗുണ്ട്. ഓക്കെ യമാൽ യമാൽ കട്ട് ഇൻസൈഡ്. യമാൽ മൊത്തത്തിൽ കട്ട് ഇൻസൈഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ തന്നെ അങ്ങനെ കളിക്കാറിയില്ല. എൻ്റെ കൂടെ ലാഗോടെ ഒന്നും ശരിയാവില്ല സത്യം പറഞ്ഞാൽ. ഇത് മാറ്റണം. ഈ കളി നമുക്ക് കളിയാട്ടോ. ഞാൻ ഇച്ചിരി കൂടെ നന്നായിക്കോട്ടെ എന്നോർത്താണ് ഗോൾകീപ്പർ. എനിക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ അറിയാം. ഷീൽഡ് ചെയ്ത് കൊടുക്കാൻ യമാലിൻ്റെ പൊക്കം വരാ. ഇനി പിള്ളേർക്ക് പൊക്കം വയ്ക്കാൻ ആരാ പറഞ്ഞേ. ലെമീൻ ടു പാമർ. ഗ്യാപ്പ് ചെയ്യാം. കാരണം എടുക്കുന്നതിൻ്റെ പ്രത്യേകിച്ച് മാറ്റാൻ പറ്റുന്ന നോക്കാട്ടോ. ഇത് പണിയായല്ലോ. കുറയ്ക്കണില്ല കേട്ടോ. നോക്കാം. ഇത് സെറ്റാവുന്നില്ല. നമുക്കിത് കഴിഞ്ഞിട്ട് മാറ്റണം. ഇങ്ങനെ മാറ്റണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വേറെ സെപ്പറേറ്റ് ഷോർട്ടായിട്ട് വിടും. ഒന്നും ചെയ്യണം. എന്തിനാടാ അത് ബസോണി. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് എന്തെങ്കിലും സംസാരിച്ച് കളിക്കും. കമൻട്രി വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് ഓർത്തോട്ടെ കേട്ടോ. എൻ്റെ ഐഡിയ എനിക്ക് കിട്ടിയത് ഫ്രം കമൻട്രി വീഡിയോ ലെജൻഡ് റെഡ് ക്യാപ്പിൽ നിന്ന് കേട്ടോ. എനിക്ക് പുള്ളിക്കാരൻ്റെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചുമ്മാ എന്തെങ്കിലും ഓർത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തത് യൂറോപ്പ ലീഗ് എന്ന് ഓർത്ത കുറിച്ചാണ്. എന്ത് മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ച പോലെ ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ചതുപോലത്തെ മണ്ടത്തരാണ് ആ യൂറോപ്പ ലീഗിൽ നടന്നത്. അത് കയറിയില്ല.
എന്ത് മണ്ടത്തരന്നൊക്കെ. എങ്ങനെ അത് ജയിച്ചു? അവര് എങ്ങനെ സാധിച്ചു അവർക്ക് ജയിക്കാൻ? ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ടോട്ടനം ജയിക്കുന്നത്. ടോട്ടനത്തിന് പോലും ജയിക്കണമെന്നുണ്ടായിരുന്നില്ല. കാരണം ജയിച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാനുള്ള കാശൊന്നും അവർക്കില്ല. ചാമ്പ്യൻസ് ലീഗ് മണി കിട്ടുമെങ്കിലും അവരത്ര ഇൻട്രസ്റ്റഡ് അല്ല എന്നാണ് കേൾക്കുന്നത്. ജയിച്ചാൽ പോലും അവർക്ക് മറ്റേ റാലി ഒന്നും ഉണ്ടാവില്ല, ബസ് റാലി, ആ സംഭവമില്ല, അതൊന്നും ഇല്ല. കാരണം അറിയാലോ, കാശില്ല, വെറുതെ കാശ് കളയാൻ സമയവുമില്ല. 17 നീക്ക് 303 വർഷത്തിന് ശേഷം കപ്പടിച്ചാലും നിനക്കൊന്നും കാശ്. എൻ്റെ അത് കയറി. ഇതാണ് ടോപ്പ് പ്ലെയറും പ്രൊഫഷണലും തമ്മിൽ വലിയ വ്യത്യാസം. ഞാൻ 5 പോയിന്റിന് പ്രൊഫഷണൽ ജയിച്ചേ. അപ്പോൾ അങ്ങനെയാണ് ടോട്ടൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, മാൻ യുണൈറ്റഡ് ഷിറ്റ്, ഓക്കെ, പ്യുവർ ഷിറ്റ്. എന്താ അവർ കാണിച്ചുകൊണ്ടിരുന്നത്? അവിടെ ഒരു ഗോള് ടോട്ടനത്തിനെതിരെയൊക്കെ ഒരു ഗോൾ അവർക്ക് അടിക്കാം, മനസ്സിലായില്ലേ? അവർ എനിക്ക് ഞാൻ രാവിലെ എണീറ്റിട്ട് ഒരുമാതിരി ആയിപ്പോയി. എൻ്റെ പൊന്നെ, എങ്ങനെ ഞാനോർത്തു നോവേ. ഞാൻ കളിയുടെ ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ ടോട്ടനം ജയിച്ചതിൽ ഒരു അത്ഭുതം ഇല്ല എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്കും വൃത്തിയായിട്ട് കളിയാട്ടോ പാമറ. ടോപ്പ് പ്ലെയറിന് പാമറിനെ അയച്ചോളൂ കേട്ടോ. പ്രൊഫഷണൽ കളിക്കാനും ഹാട്രിക് അടിച്ചായിരുന്നു കേട്ടോ. സെറ്റപ്പ് കാണാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ പാമറ നല്ലോണം സ്ട്രൈക്കർ, ഇപ്പോൾ സ്ട്രൈക്കർ ഔട്ട് ഓഫ് പൊസിഷനാണെങ്കിൽ സ്ട്രൈക്കറായിട്ട് കളിച്ചോളും. അപ്പോൾ ഞാൻ മുസിയാലേനെ ഇറക്കും കേട്ടോ. മുസിയാല ബർക്കാമിന് കളിച്ചിട്ട് ഈ കളി അങ്ങനെ ബർക്കാമ് കളിച്ചില്ല. റോബ് ഇറങ്ങുക, കോൾപാമ്പ് കളിച്ചു. പക്ഷേ അന്റോണിയോ, മസ്റ്റാണ്, ഹരിക്കേൻ, നെയ്മറിന് വരെ ഇടാം. നെയ്മർ ഈ കളിയൊന്നും ചെയ്തില്ല. ജമാൽ പ്ലേഡ് വെൽ, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ സബ്. ടോപ്പ് 5 ഒരു മൊത്തത്തിലൊരു ചേഞ്ച് ആട്ടോ. 5 സബ് കഴിഞ്ഞു ഇല്ലേ? 5 സബ് കഴിഞ്ഞു. നമുക്ക് നോക്കാം, ഒരു ടോപ്പ് 5 മൊത്തത്തിൽ മാറ്റിയിട്ട് കിടക്കുന്നത്. എല്ലാവരുടെ കളി നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് വേറെ ഡ്രോപ്പ് അല്ലാതെ അടിച്ചിട്ടുള്ള വേറൊരു പിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജപ്പാനീസുകാരൻ കേട്ടോ, യൂമോ സുസുഗി എന്ന് പറഞ്ഞ് ഒരു അത്ര ഉള്ളൂ. ഒരു ആടിൻ്റെ വെച്ചേക്ക് ഉണ്ട് ഇവിടെ. കൃത്യം ഞാൻ ആ മേന്ന് പറഞ്ഞപ്പോൾ ഒരു ആടിൻ്റെ വെച്ചാട്ടം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോട്ടനത്തെ കുറിച്ചാണ്. അബ്സല്യൂട്ട് ഡിസാസ്റ്റർ ക്ലാസ് ആയിരുന്നു. 17 വർഷങ്ങൾക്ക് ശേഷം കപ്പ് ജയിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അതിനും കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫാക്ട് ദാറ്റ് അവർക്ക് എത്ര മെഡൽ കൊടുക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു കേട്ടോ. അവർ UEFA എന്ന് പറയുമ്പോൾ ആദ്യം 20 മെഡൽ കൊടുക്കും, പിന്നെ 30 മെഡൽ ടീമിന് കൊടുക്കും, ആർക്കാന്ന് വെച്ചാൽ കൊടുക്കാൻ. അങ്ങനെയാണ് UEFA സാറിന് മെഡൽ കൊടുക്കുന്നത്. പണിയായി ചിന്തിച്ചവരെ കയ്യാണെങ്കിൽ ഒക്കെ അതിനെയാണ് മെഡൽ കൊടുക്കുന്നത്. ബട്ട് ഒരു മണ്ടത്തരം പറ്റിയെന്ന് വെച്ചാൽ ടോട്ടനം സാധാരണ കപ്പ് വയ്ക്കുന്ന ടീമിനൊക്കെ അറിയാം, പക്ഷെ ടോട്ടനം അങ്ങനെ അല്ലല്ലോ. ടോട്ടനം ഫുള്ളി മെസ്ഡ് അപ്പ്. ദ ഫാക്ട് ദാറ്റ് അത്രയൊക്കെ ഒരു ടീം എങ്ങനെയെങ്കിലും മെസ്സപ്പ് ചെയ്യും. സ്വന്തം അന്നത്തെ ക്യാപ്റ്റന് പോലും ഇത് കിട്ടാത്ത അവസ്ഥയായിപ്പോയി. നോക്കിയപ്പോൾ സണ്ണ് വലിയ കാര്യത്തിൽ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുവാങ്ങ് ട്രോഫിയൊക്കെ. പുള്ളിക്കാരൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യത്തെ ട്രോഫിയാന്ന് തോന്നുന്നു ഒരു നല്ലൊരു ലീഗിൽ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓൾ സ്പെഷ്യൽ ഫോർ ഹിം. ബട്ട് അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിപ്പോയി. പുള്ളിക്കാരന് മെഡൽ പോലും സ്റ്റേജിൽ കയറിയപ്പോൾ പുള്ളിക്കാരൻ മെഡൽ കിട്ടിയത്, പിന്നെ മെഡൽ കിട്ടി പുള്ളിക്കാരൻ ട്രോഫിക്ക് കൊണ്ട് നടക്കുകയും ചെയ്യുന്നു കേട്ടോ. അത് എല്ലാവരും അവിടെ വലിച്ചു കയറ്റിക്കൊണ്ടാട്ടോ. ഇഞ്ചുറി കുറേ ഹരിക്കേൻ എക്സ്പെക്റ്റഡ് കേട്ടോ. അപ്പോൾ ഡ്രോഗ്ബയുടെ പാസ്സാട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് ശരിക്കും
ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് വാസ് എ കോമഡി. ഇന്നലെ കോൺഫറൻസ് ലീഗ് ഫൈനൽ ഉണ്ടായിരുന്നു. ചെൽസി ബാറ്റേഡ് റയൽ ബറ്റീസ്. ഒരു ഹിസ്റ്റോറിക് മൊമെൻറ്റിന് സാധ്യത ഉണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് ഒന്നും പറഞ്ഞു ഒരു ഹിസ്റ്റോറിക് മൊമെൻറ്റ്. കാരണം ആൻ്റണി കുഡ് ബി ദ ഫസ്റ്റ് പേഴ്സൺ വിന്നിങ് ബോത്ത് യൂറോപ്പ ലീഗ് ആൻഡ് കോൺഫറൻസ് ലീഗ് ഇൻ സെയിം സീസൺ. ബിക്കോസ് പുള്ളിക്കാരൻ ആദ്യം കളിച്ചത് അടുത്ത സീസണിൻ്റെ പാതി കളിച്ചത് ഇവിടെ ആയതുകൊണ്ട് തന്നെ മാൻയുണൈറ്റഡിലായതുകൊണ്ട് തന്നെ അവിടെ സീരിയസ്ലി യൂറോപ്പ ലീഗ് ജയിച്ചായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ അതൊരു പാർട്ടായേനെ. പക്ഷെ കുഴപ്പം വന്നത് എന്താണെന്ന് വെച്ചാൽ അവർ യൂറോപ്പ ലീഗിൽ ജയിച്ചില്ല. റയൽ ബറ്റീസ് ഇതും തോറ്റു, കോൺഫറൻസ് ലീഗും തോറ്റു. അങ്ങനെ ഇത് വേണം. ഇത് OP സെറ്റിംഗ് ആട്ടോ. മാൻ ടു മാൻ ഇസ് റേഡിയോ കണ്ട് മാൻ ടു മാൻ ഇസ് സോ OP. ഓക്കെ, അങ്ങനെ ഒരു കുഴപ്പം പറ്റി. കോമഡി ആയിരുന്നു. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ അങ്ങനെയൊന്നും ആവില്ല കേട്ടോ. ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വിൽ ബി എ ബിഗ് പ്ലേ. ഐ ഹോപ്പ് PSG വിൻസ്. ഒരു ബാർസലോണ ഫാനാണ്. എനിക്ക് ശരിക്കും ഡെമ്പലേക്ക് 10 മിനിറ്റ് വേണ്ട റെക്കാർഡ് കിട്ടിയായിരുന്നു. എന്നാലും ഐ ആം ലൈക്ക് വി ആർ റൈറ്റ്. ഞങ്ങളുടെ 2 പ്ലേയേഴ്സ് കണ്ടൻസിൽ ഉണ്ടായിരുന്നു. ബാൻഡോർ കണ്ടൻസിൽ ഉണ്ടായിരുന്നു എന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്കത് മതി. ഞങ്ങൾക്ക് ഒരു നൈസ് സീസൺ കഴിഞ്ഞു. അടുത്ത സീസൺ തൊട്ട് എന്ത് ചെയ്യുമെന്നൊരു പിടിപാടില്ല. ചാബി അലോൺസയാണ്. കുഞ്ഞിപ്പിള്ളേരെ വെച്ച് സാബി അലോൺസെ എടുത്തൊന്നും നടക്കില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയായിട്ട് ഞങ്ങൾ കളിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല പേടിയാണ് അടുത്ത സീസൺ. എനിക്ക് നല്ല പേടിയുണ്ട് പേഴ്സണലി ആസ് എ ഫാൻ. സാബി അലോൺസോ ഗ്രീസ്മാൻ ബിന്നി ഗോൾ. സെലിബ്രേഷൻ കേട്ടോ. ആരാ പാസ് കൊടുത്ത നല്ല പാസ്. ഇത് ഞാൻ 1500 കോയിൻ കൊടുത്ത് മേടിച്ചേട്ടോ. വെള്ളം കുടിച്ചു 88ാമത്തെ മിനിറ്റ് കിട്ടിയതാണ്. ഓക്കെ, നല്ല റണ്ണായിരുന്നു കേട്ടോ അത്. പിന്നെ PSGക്ക് ഒരു പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുമ്പോൾ സ്റ്റേഡിയമാണ്. ബയണിലാട്ടോ കളി നടക്കുന്നത്. വിച്ച് ഈസ് എങ്ങനെ പോസിറ്റീവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയും ബയൺ മ്യൂണിക്കിൽ നടന്നിട്ടുള്ള 5 ഫൈനൽസിലും ജയിച്ചിട്ടുള്ളത് കപ്പടിക്കാത്തൊരു ടീമാണ്. എക്സാമ്പിൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ UCL അടിച്ചത് ഇവിടെയാണ്. ഫണ്ണല്ലേ, ഒരു ഫൺ സെറ്റപ്പാണ്. കളി ഇപ്പോൾ കഴിയും. 2-3 കേട്ടോ. നല്ലൊരു ടീമായിരുന്നു. ഇച്ചിരി കഷ്ടപ്പെട്ടു. എൻ്റെ ടീമിനെ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചേ. ടീം 10 പോയി. ഇടി എൻ്റെ എന്താണ് എൻ്റെ മറ്റേ ബോൺസ് സാധനങ്ങളൊക്കെ പോയിട്ടോ. ഇപ്പോൾ സംഭവം ശരിയാവില്ല. എവിടെ ബോണസസ്? പോയിന്റ്സ് പെർ വിക്ടറി ഒക്കെ പണ്ടാരും ഒന്നുമില്ല. ഇറ്റാലിയൻ ആണല്ലോ അല്ലേ? അയ്യേ, അതന്നെ അങ്ങനെ ആയിപ്പോയത്. ചെറിയൊരു ഇൻട്രപ്ഷൻ ഉണ്ടായത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് PSGയുടെ കാര്യം തോന്നുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മാത്രമാണ് ജയിച്ചിട്ടുള്ളൂ. അങ്ങനൊരു ഫാക്റ്റ് ഉണ്ട്. അത് PSG വലിയൊരു തുണ കേട്ടോ. ഐ തിങ്ക് PSG വിൽ വിൻ. ഇന്ററിൽ ജയിച്ചാലും കുഴപ്പമില്ല. ലൗട്ടാരോ ഒക്കെ ഉണ്ട്. ഞാനൊരു മെസ്സി ഫാനാട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. എൻ്റെ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഗെയിം എന്നൊക്കെ ഒന്ന് റേറ്റ് ചെയ്യണം.